ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ളൊരു പിസ്സ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പിസ്സ എന്ന് പറയാൻ നമ്മൾ സാധാരണ മൈദയൊക്കെ കുഴച്ച് ചെയ്തല്ലേ നമുക്ക് പിസ്സ ഉണ്ടാക്കുന്നത്. ഈ ഒരു പിസ്സയ്ക്ക് അതൊന്നും വേണ്ട. സാധാരണ നമ്മൾ വീട്ടിലുള്ള 1/4 കപ്പ് അരിപ്പൊടിയും ബ്രെഡും വെച്ചിട്ട് ഈസി ആയിട്ട് ദോശക്കല്ലിൽ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു പിസ്സയാണ്. പിന്നെ അതുമാത്രമല്ല, ഈ ഒരു പിസ്സയ്ക്ക് വേണ്ടുന്ന ചീസ് നമ്മൾ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. പാൽ വെച്ചിട്ട് ഒരു 2 ചേരുവ വെച്ചിട്ടാണ് നമ്മൾ പിസ്സയുടെ ചീസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പുറത്തുനിന്ന് ചീസൊന്നും വാങ്ങാതെ, മാവൊന്നും കുഴയ്ക്കാതെ, മൈദയൊന്നും ഉപയോഗിക്കാതെ വളരെ ഈസി ആയിട്ട് നമ്മുടെ നാടൻ അരിപ്പൊടി വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പിസ്സ റെസിപ്പിയാണ്. മസ്റ്റായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഈ ഒരു പിസ്സ ചെയ്തെടുക്കുന്ന ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് മിക്സിങ്ങും എല്ലാം ഞാൻ ഇതിൽ തന്നെയാണ് ചെയ്യുന്നത്. വേറൊരു ബൗളെടുത്തൊന്നും മിക്സ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടി ഉണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ കഴിക്കുന്ന മിൽക്ക് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. ഇനി ബ്രെഡ് 3 ഇല്ല എന്നുണ്ടെങ്കിൽ ബ്രെഡിന് പകരം 2 മുട്ട ചേർത്താലും മതി. അപ്പോൾ ഞാനിവിടെ ബ്രെഡാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ 1 കപ്പോളം പാലെടുക്കുന്നുണ്ട്. അത് ചെറിയ ചൂടോട് കൂടിയുള്ള പാലെടുക്കുക, ഒരുപാട് തിളപ്പിച്ചെടുക്കരുത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറു ചൂടുള്ള പാലെടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. അരിപ്പൊടിയും ബ്രെഡും കൂടെ നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി നമുക്കൊരു ബൗളിൽ ചെയ്തതിന് ശേഷം പിന്നെ പാനിലോട്ട് ഒഴിക്കാം. അപ്പോൾ ഞാൻ പിന്നെ എല്ലാ പാത്രവും കൂടെ കഴുകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഈ ഒരു പാനിൽ തന്നെ ചെയ്യുന്നേ ഉള്ളൂ. ഇനി നമുക്കിതൊരു 3 മിനിറ്റ് അടച്ച് വെക്കാം. അപ്പോൾ ഈ ബ്രെഡൊക്കെ ഒന്ന് കുതിർന്ന് നല്ല സോഫ്റ്റായിട്ട്, പാലൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ബ്രെഡും അരിപ്പൊടിയൊക്കെ നല്ലതുപോലെ പാലിൽ കുതിർന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാൻ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കുറച്ച് നെയ്യൊക്കെ നമ്മുടെ ആവശ്യത്തിന്, ഞാനിവിടെ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ലെവൽ ചെയ്തിട്ട് ഇനി നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുക്കാം. ഗ്യാസിൽ വെക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ മാത്രം ഫസ്റ്റ് വെച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എങ്കിലും അടുക്കി പിടിക്കാതെ മാക്സിമം നോക്കുക. പിന്നെ അതിനുശേഷം കറക്റ്റ് ഒരു 3 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഒന്ന് ആ ഒരു അടപ്പൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് നോക്കുക സൈഡൊക്കെ ഒന്ന് വിട്ട് വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ സൈഡൊക്കെ ഒന്ന് വിട്ട് വരുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് നമുക്കിങ്ങനെ സ്പാച്ചുലയോ സ്പൂണോ വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുമല്ലോ ഇതുപോലെ വിട്ട് വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ വിട്ട് വരുവാണെങ്കിൽ ആ ഭാഗം നന്നായിട്ട് കുക്കായിട്ടുണ്ട് എന്നാണ്. എന്നിട്ട് മറിച്ച് കൊടുത്തതിന് ശേഷം ഈ സമയം വേണമെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ലോ ആക്കി വെക്കുക. ഇതിലോട്ട് ഇനി ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം പിസ്സ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിസ്സ സോസ് അതായത് റെഡിമെയ്ഡ് ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്ക് ഈസി ആയിട്ട് തക്കാളി വെച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വീഡിയോ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് ആ ഒരു രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തതിൽ നിന്ന് കുറച്ച് പീസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാപ്സിക്കവും സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ കയ്യിലുള്ളതുപോലെ, ചിക്കൻ ഇല്ലാന്നുണ്ടെങ്കിൽ മുട്ട ഉപയോഗിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സവാളയും ക്യാപ്സിക്കവും മാത്രം മതി. അല്ലെങ്കിൽ ക്യാപ്സിക്കം ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അരി കളഞ്ഞതിന് ശേഷം പച്ചമുളകും വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ അതെല്ലാം നമുക്ക് ആവശ്യം, നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെയാണോ നമുക്ക് ഇഷ്ടം, കഴിക്കാനോ ഇഷ്ടമുള്ളത് അത് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചീസ് വാങ്ങിയതല്ല, നമ്മളിതിൻ്റെ വീഡിയോ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഹോം മെയ്ഡായിട്ട് പാൽ വെച്ചിട്ട് വെറും 2 ചേരുവകൾ മാത്രം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു മൊസറല്ല ചീസിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് ഏകദേശം ഞാനൊരു 1/4 കപ്പോളം ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. എത്രത്തോളം ചീസ് നമുക്ക് ഇഷ്ടമുണ്ടോ അത്രത്തോളം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് മെൽറ്റ് ആവുന്ന വരെയുള്ള സമയം മാത്രം നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഒറിഗാനോ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തതാണ്. എന്ത് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഈസി മെത്തേഡൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒറിഗാനോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 15 സെക്കൻഡും കൂടെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നല്ല ക്രീമി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മാവൊന്നും കുഴയ്ക്കാതെ, ഒരുപാട് സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ, ചീസൊന്നും വാങ്ങാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് പിസ്സയാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതായത് കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമാവും. കാരണം മൈദ കഴിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ
ഈ റെസിപ്പി എന്തായാലും ഇഷ്ടപ്പെടും. കാരണം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പിസയുടെ സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഈ ഒരു റെസിപ്പിയുടെ ഫോട്ടോ നമുക്ക് മെയിൽ വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ആ ഒരു ഫോട്ടോ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെയും മെയിലിൻ്റെയും ഡീറ്റെയിൽസും ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നോമ്പൊക്കെ വരികയാണ്, നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് വെറൈറ്റി ആയിട്ട് നോമ്പ് തുറക്കി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum. Assalamualaikum.